ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളം സീസൺ 7 ബിഗ് ബോസ് ഡേ 72ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ മെയിനായിട്ട് കണ്ടിരുന്നത് ക്യാപ്റ്റൻസി ടാസ്കും അതേപോലെ നോമിനേഷൻ പ്രോസസ്സും ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നല്ലൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 3 പേര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനുമോലാണെങ്കിലും അതേപോലെ തന്നെ ആര്യനാണെങ്കിലും സാബുമാനാണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 3 പേരുടെയും 100% അവരതിന് എടുത്തിട്ടുണ്ട് ആ ക്യാപ്റ്റൻസി ടാസ്കിലോട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ നേരം, എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ രാത്രി വരെ ആ ടാസ്ക് നീണ്ടു നിന്നിട്ടുണ്ട്. എന്നിട്ടാണ് സാബുമാൻ ജയിച്ചിരുന്നത്. അപ്പോൾ സാബുമാൻ അതിന് ഡിസേർവിങ് ആണ്. എനിക്ക് തോന്നുന്നു ആര്യനും സാബുമാനുമാണ് അവസാനം കുറച്ച് നേരം ടൈറ്റായിട്ട് നിന്നിരുന്നത്. അവസാനം എന്താണെങ്കിലും സാബുമാൻ ജയിച്ചു. ആര്യൻ ഓൾറെഡി ഒരു തവണ ആയിട്ടുണ്ട്. അപ്പോൾ ആവാത്ത ഒരാളാവുക, പിന്നെ നമുക്കറിയില്ല സാബുമാൻ എങ്ങനെയായിരിക്കും നന്നായി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം ആളുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇതുവരെ ആ ഹൗസിൽ ഗെയിംസിലും കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ചില സമയത്ത് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സാബുമാൻ ആ വീട്ടിൽ ഡിസപ്പിയർ ആണ്, ഒന്നും കാണുന്നില്ല ആളവിടെ ഉള്ളത് എന്നൊക്കെ. അപ്പം ആളുടേതായിട്ടുള്ളൊരു സ്പേസ് തെളിയിക്കാനെല്ലാം നല്ലൊരു ചാൻസാണ് ഈ ക്യാപ്റ്റൻസി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടിരുന്നത് നോമിനേഷൻ പ്രോസസ്സായിരുന്നു. നോമിനേഷനിൽ ഇത്തവണ എനിക്ക് 3-4 പേരെ മറ്റേ ഉള്ളൂ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നന്നായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, പക്ഷെ എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർ ഇപ്പോൾ കുറേ നാളായിട്ട് നോമിനേഷനിൽ വരുന്നില്ല. എക്സാമ്പിൾ നൂറ്, അതേപോലെ അനുമോൾ, ഇവർ രണ്ടുപേരും കുറച്ച് നാളായിട്ട് ഇപ്പോൾ നോമിനേഷനിലൊട്ടും വരുന്നില്ല. അനീഷും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ഇവർ കുറച്ച് നാളായിട്ട് സേഫ് സോണിലായിട്ടാണ്, കാരണം വന്നവർ തന്നെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കണ്ടിരുന്നത്, ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയ്ക്ക് നിവിൻ്റേതായിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്നതാണ്. നിവിൻ അവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ കയറ് നിവിൻ്റെ മേലിടുന്നതും അങ്ങനെ എന്താണെങ്കിലും ആ ഒരു ഇത് കാരണം ഇവരുടെ ക്യാപ്റ്റൻസി ഈ ടാസ്കിൽ കുറേ നേരം എന്താ പറയുക, നിവിൻ്റേതായിട്ടുള്ള ഒരു ആ ടാസ്കിൽ വന്നിട്ടുണ്ട്. കാരണം നിവിൻ കടന്നിട്ട് നിവിൻ മാക്സിമം ഇവരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു അനുമോളെ എന്താ ഇത് ചെയ്യാനായിരിക്കാം, ഔട്ടാക്കാനായിരിക്കാം ആ ഗെയിമിൽ നിന്നിട്ട് നിവിൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ മാക്സിമം ആ ഗെയിമിൽ ചെയ്തിട്ടുണ്ട്. നിവിൻ ക്യാപ്റ്റൻസിയിലില്ലെങ്കിലും അതിൻ്റെ മേത്ത് ആ കയറിൻ്റെ മുകളിൽ കടന്നിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അത് കൊളാക്കാനല്ല, ഔട്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആര്യനെയും സാബുമാനെ ഫെയർ ചെയ്തിട്ടും അനുമോളെ ആര്യനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം സാബുമാനോട് പറയുന്നുണ്ട്, എടുത്തോ, ഞാൻ എന്താണെങ്കിലും ആ സാബുമാൻ ഇരിക്കുന്ന ആ ഭാഗത്ത് നിവിൻ അത്രയ്ക്ക് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാണ്ടും ഒക്കെ ആയിട്ട് അനുമോളെ ആര്യനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി നിവിൻ അങ്ങനെ കളിച്ചത്. എന്താണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ നമ്മൾ കണ്ടിരുന്നു ആതിരയും അതേപോലത്തെ ഷാനവാസും ചെറിയൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം നോമിനേഷനിൽ ആതിരയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതെന്ന് ഷാനവാസ് വിചാരിച്ചിട്ട് ഇങ്ങനെ കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നോമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റേതായിട്ട് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അതിൽ ഇപ്പോൾ ആരെ നോമിനേറ്റ് ഉള്ളത് തന്നെ അവരുടെ ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ടിപ്പോൾ എത്ര നല്ല തിക് ഫ്രണ്ട്സ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അനിയത്തി കാർഡും ചേട്ടൻ കാർഡും ഒക്കെ ഇറക്കുകയാണെങ്കിലും അത് അവരുടെ ഇഷ്ടമാണ് ആരെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ളത്. അതിനൊക്കെ കയറി ഇത്രയും ഒരു ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. പിന്നെ വേറൊന്ന്, നമ്മൾ ആസ് യൂഷ്വൽ അവസാനം എപ്പിസോഡ് തീരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാത്രം കഴുകണം, മറ്റേ വെസൽ ടീമിൻ്റെ പാത്രം പ്ലേറ്റ് കഴുകുന്നത് ചില ആൾക്കാർ കഴുകിയെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ഇന്നും ഈ ഇഷ്യൂ, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തീരുന്നത് വരെ ഈ വെസൽ ടീമിൻ്റെ ഈ കഴുകുന്നതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു വേറൊരു സീസണിലും ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ടില്ല വെസൽ ക്ലീൻ ചെയ്യണതിനെ കുറിച്ചിട്ട്. ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു അനുമോളും നിവിനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു. നിവിൻ എപ്പോഴെപ്പോഴും പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ കുടുംബശ്രീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് അനുമോൾക്ക് ഇഷ്ടമല്ല. അതിനെ വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നെവിൻ്റെ ഫാമിലിനെ വിളിക്കും എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. ഒരാവശ്യം, എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു കണ്ടൻറ്റും ഇല്ല. പണ്ട് കുറച്ച് നാൾ വരെ പ്ലാച്ചിയായിരുന്നു കണ്ടൻറ്റ്. ഇപ്പോൾ പ്ലാച്ചി അത്ര കണ്ടൻ്റ് അല്ല. വന്ന സമയത്ത് കരച്ചിലായിരുന്നു. പിന്നെ ജിസയിലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ടൻറ്റ്. ജിസലിൻ്റെ പിന്നാലെ പോയിട്ട് ഓരോ ഇത് കണ്ടുപിടിക്കുക, മേക്കപ്പ് പ്രോഡക്ട്സ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിസയിലിൽ ആരെൻ്റെയും ഇഷ്യൂ പറയാം. എന്തായാലും ജിസയിൽ പോയി, ഇനിയിപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി ചിലപ്പം ഇതിൻ്റെ ഇതിപ്പം നിവിൻ്റെ
പിന്നാലെ നടന്നിട്ട് നിവിനായിട്ടൊരു ഫൈറ്റ് ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും അറിയില്ല ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.